ദൈവത്തിന് മഹത്വം. ഈ ലഘു സന്ദേശം ഇന്ന് തുടർച്ചയായ 3 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. പ്രാർത്ഥനാ പങ്കാളികൾക്കും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർക്കും സാങ്കേതിക സഹായങ്ങൾ ചെയ്യുന്നവർക്കും പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നവർക്കും നന്ദി. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹോദരൻ പ്രേംകുമാർ. ദാനിയേൽ 9-ാം അധ്യായം 18-ാം വാക്യം, ഒടുവിലത്തെ ഭാഗം. ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിലത്രേ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരിക്കലും ദൈവത്തോട് നാം ചെയ്തതിന് പകരം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമെന്ന വ്യവസ്ഥ വയ്ക്കുവാൻ നമുക്കാവുകയില്ല. കാരണം നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും ദൈവത്തിൻ്റെ മുന്നിൽ കറപുരണ്ട തുണികൾ പോലെയാണെന്ന് തിരുവചനം പറയുന്നു. ചിലരുടെ വസ്ത്രങ്ങളിൽ കറയുടെ അളവ് കൂടുതലും മറ്റു ചിലരുടേതിൽ അല്പം കുറവുമായിരിക്കുമെന്ന് മാത്രം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ തങ്ങളുടെ നീതിയിൽ പ്രശംസിച്ചുകൊണ്ട് ആർക്കും ചെന്നു നിൽക്കാനാവുകയില്ലെന്ന് സാരം. പ്രവൃത്തികളാൽ നീതീകരണത്തിന് ശ്രമിച്ച യഹൂദ ജനത അത് പ്രാപിക്കാനാകാതെ പരാജിതരായപ്പോൾ അവരുടെ ഇടയിലും ചിലർ അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുവെന്നതിന് തെളിവും നമുക്കും മാതൃകയാക്കാനാകുന്ന ഒരു ഉദാഹരണവുമാണ് ദാനിയേൽ. തങ്ങളുടെ പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന പ്രവചനം ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച ദാനിയേൽ ദൈവം പറഞ്ഞത് സമയമാകുമ്പോൾ ദൈവം ചെയ്തു കൊള്ളട്ടെ എന്ന് നനയ്ക്കുകയല്ല ഉണ്ടായത്. തനിക്കും തൻ്റെ ജനത്തിനും വേണ്ടി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ആലോചനകളും വാഗ്ദത്തങ്ങളും നമ്മിൽ നിറവേറേണ്ടതിന് ആവശ്യമായിരിക്കുന്നവയാണ് അനുതാപവും കണ്ണുനീരും ഏറ്റുപറച്ചിലും മാനസാന്തരവുമെല്ലാം. വാഗ്ദത്തം യഥാർത്ഥമായി നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞവ നമ്മിൽ നിന്നുണ്ടായേ തീരൂ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.